ആണ്. പനീർ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി റൈസും ബീറ്റ്റൂട്ടും ക്യാപ്സിക്കയും ഇട്ട് ക്യാരറ്റും ഇട്ട് നമ്മൾ റൈസ് കുക്കറിൽ ഇട്ടൊന്ന് ഇളക്കി എടുക്കുകയാണ്. സലാഡ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. തക്കാളി ഉള്ളിയും വെച്ച് സലാഡ് നമ്മൾ പനീരെല്ലാം റെഡിയാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തക്കാളിയും അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. പനീർ ഫ്രൈ ചെയ്യണം, അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ചെയ്യുന്നത്. ഇടിയാണ് ഈ എല്ലാം എണ്ണയിലോട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്രൈ ചെയ്യണം. നമ്മൾ ബ്രൗണിഷ് കളറാവണം. കൂടുതൽ അങ്ങനെ ഇളക്കി കഴിഞ്ഞാൽ അതങ്ങ് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് കൂടുതൽ ഇളക്കിയൊന്നും വേണ്ട. അങ്ങനെ പനീർ ഫ്രൈ ആയിരിക്കുകയാണ്. ഇനി നമുക്കത് കോരി മാറ്റണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ച് ചെറിയ രീതിയിൽ അടിച്ച് വെക്കുക. ഇവിടെ കുറച്ച് നെയ്യും കൂടെ ഒഴിക്കുക. വെളുത്തുള്ളി അരച്ചത് ഇങ്ങോട്ടിടുക. ഇളക്കി കൊടുക്കുക. നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇത് പനീറിന് മസാല ഉണ്ടാക്കുന്നതാണ്. ഇനി സവാളയും കൂടെ ഇടണം. സവാളയും തക്കാളിയും കൂടെ ഇടണം. ഇതൊന്ന് വാട്ടിയെടുക്കണം. ഉള്ളിയും ഇഞ്ചിയൊക്കെ ചേർത്തൊന്ന് വാട്ടിയെടുക്കുക. മുളകും കുരുമുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി എടുക്കുക. തീ പരമാവധി കുറച്ച് വയ്ക്കുക. മല്ലിയും കൂടെ ആഡ് ചെയ്യുക. ഒരു ഗരം മസാലയും ഒഴിക്കുക. കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുക. ഒഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ കയറിപ്പിടിക്കും. ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുക. നമുക്ക് മിക്സ് ചെയ്യാം. ബിരിയാണി മിക്സ് ചെയ്യാം. കുറച്ച് മല്ലിയും ബിരിയാണിയിൽ കുറച്ച് നെയ്യും കൂടെ വേണം. പെരുംജീരകവും മല്ലിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുക. പനീർ നമ്മൾ ചോറിൻ്റെ മുമ്പിൽ ഇങ്ങനെ വിരിച്ചിടുക. ഇനി കുറച്ച് ചോറ് റൈസ് അതിൻ്റെ മേളിൽ കയറ്റി വയ്ക്കുക. കറക്റ്റായിട്ട് വയ്ക്കുക. നമ്മൾ മസാല റെഡിയായിട്ടുണ്ടോ എന്ന് നോക്കണം. ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി മസാല എല്ലാം ചേർത്ത് പിടിപ്പിക്കണം. മസാലയെല്ലാം ചേർത്ത് പിടിപ്പിക്കുകയാണ്. അകത്തെല്ലാം കയറാൻ വേണ്ടി ജസ്റ്റ് ഇളക്കി കൊടുക്കുക. സൈഡിൽ നിന്ന് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ റൈസ് എല്ലാം കുഴഞ്ഞു പോകും. രീതിയുള്ള മസാലയെല്ലാം കൂടെ കോരി ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഷഫിൾ ചെയ്തെടുക്കുക. പനീർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലായിടവും കണ്ട നല്ല വൃത്തിയായിട്ട് ചേർന്നിരിക്കുകയാണ്. ഉപ്പും എല്ലാം ഉണ്ട്. പനീർ ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. സൂപ്പറായിരിക്കുകയാണ് പനീർ ബിരിയാണി. അടിപൊളി, എന്ത് ഭംഗിയുണ്ട് കാണാനും. നല്ല മണം അടിക്കുന്നുണ്ട് ബിരിയാണിയുടെ.